Hello dear students, all of you good morning. Today we have discussed our new topic, economic depression. നമുക്കറിയാവുന്ന കാര്യമാണ്. യുദ്ധാനന്തരം ഉണ്ടായ ട്രീറ്റികളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ മെയിനായിട്ട് ഏത് ട്രീറ്റി ആയിരുന്നു? വെഴ്സായി ട്രീറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് ഡിപ്രഷനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളിൽ അധികമൊന്നും അനുഭവിക്കാത്ത ഒരു രാജ്യമായിരുന്നു അമേരിക്ക. ദി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി വാർ. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാ യൂറോപ്യൻ നാഷൻസും അമേരിക്കയിൽ നിന്ന് ലോണുകൾ എടുത്തു. അമേരിക്കയിൽ നിന്ന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ലോണുകൾ എടുത്തു. കോൺസിക്വൻ്റ്ലി അതുകൊണ്ട് തന്നെ എന്തായി, അമേരിക്കൻ ഡോളർ ഓവർടൂക്ക് ബ്രിട്ടീഷ് പൗണ്ട് ആസ് ദി ബേസിസ് ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ഹോളിൻ. ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിൽ നിന്നും അമേരിക്കൻ ഡോളറിലേക്ക് മാറി. ദി യൂറോപ്യൻ നാഷൻസ് മാനേജ്ഡ് ടു ഗെറ്റ് ലോൺസ് ഫ്രം ദി USA. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എവിടെ നിന്ന് വായ്പകൾ എടുത്തു എന്ന് നമ്മൾ പഠിച്ചത്? അമേരിക്കയിൽ നിന്നും വായ്പകൾ എടുത്തു. USA emerged as a new economic power outside the Europe. യൂറോപ്പിന് പുറത്തും വലിയൊരു സാമ്പത്തിക ശക്തിയായി അമേരിക്ക മാറുകയാണ് ഉണ്ടായത്. പക്ഷേ എന്തായി, ദി എക്കണോമിക് ഗ്രോത്ത് ഓഫ് USA did not last long. എന്നാൽ അമേരിക്കയ്ക്ക് ലോകത്തിന് പുറത്ത് വലിയൊരു ശക്തിയായി മാറിയിരുന്ന സാമ്പത്തികമായി വളരെ പവറുള്ള രാജ്യമായി മാറുന്ന അമേരിക്കയ്ക്ക് അധിക കാലം ഈ വളർച്ച തുടർന്നുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. 1929 എക്കണോമിക് ക്രൈസിസ് അമേരിക്കയെയും പിടികൂടി. വളരെ വലിയ രീതിയിൽ തന്നെ അമേരിക്കയെയും ബാധിച്ചു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഇമ്പാക്ട്സ്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഇമ്പാക്ട്സ് ഓഫ് ദീസ് എക്കണോമിക് ഡിപ്രഷൻ. ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഇമ്പാക്ട്സുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇമ്പാക്ട്സ് ഓഫ് എക്കണോമിക് ഡിപ്രഷൻ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ്, പീപ്പിൾ ഹു ബിക്കെയിം പോപ്പർ ബിക്കോസ് ഓഫ് ദി വാർ കുഡ് നോട്ട് അഫോർഡ് ദി കമ്മോഡിറ്റീസ്. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ദെൻ നെക്സ്റ്റ്, ഗുഡ്സ് വെർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ദി ഫാക്ടറീസ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. ദെൻ തേർഡ്, യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബിറ്റ്സ് ടു ദി USA. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, USA നിന്ന് ഒരുപാട് രാജ്യങ്ങൾ കടമെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ദെൻ നെക്സ്റ്റ്, ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകൾ തകർന്നു. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോളബിൾ. പണപ്പെരുപ്പം വർദ്ധിച്ചു. അക്യൂട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ടു ഓവർകം ദിസ് യൂറോപ്യൻസ് ഇമ്പോസ്ഡ് ഹെവി ടാക്സസ് ഓൺ ദി കോളനീസ്. അപ്പോൾ ഈ ക്രൈസിസിൽ നിന്ന് ഈ ക്രൈസിസിൽ നിന്ന് ഓവർകം ചെയ്യാൻ, ഈ ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്ത ഒരു പുതിയ സ്ട്രാറ്റജി ആയിരുന്നു എന്ത്? ദി യൂറോപ്യൻ നാഷൻസ് അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ്. എന്ത് സ്ട്രാറ്റജി അവർ അഡോപ്റ്റ് ചെയ്തത്? ഇമ്പോസിങ് ഹെവി ടാക്സസ് ഓൺ ദി കോളനീസ്. കോളനികളുടെ മേൽ അമിതമായി നികുതി ചുമത്തുക. അപ്പോഴെന്താണ്, ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായിരുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കായിരുന്നു ഈ യുദ്ധത്തിൻ്റെ കെടുതികളുടെ മുഴുവൻ ബാധ്യതയും ഏൽക്കേണ്ടി വന്നത്. ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. മെനി യൂറോപ്യൻ ഗവൺമെൻറ്റ്സ് ലോസ് ദെയർ പവർ. ഒരുപാട് യൂറോപ്യൻ ഗവൺമെൻറ്റുകൾക്ക് അവരുടെ അധികാരം നഷ്ടമായി. പീപ്പിൾസ് വെർ ഇൻ മിസറി, അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ ഗെയിൻഡ് ദെയർ എൻറ്റയർ സിസ്റ്റം.
എന്താണ്, ജനങ്ങൾ തൊഴിലരഹിതരായി, നാണയപ്പെരുപ്പം, ദാരിദ്ര്യം ഇവയെല്ലാം രാജ്യത്ത് വർദ്ധിച്ചു. ഈ സമയത്ത് ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാസിസവും അതുപോലെ ജർമ്മനിയിലെ നാസിസവും. ഫാസിസം ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഇൻ ജർമ്മനി റോസ് ടു പവർ, capitalizing on the political and economic choice prevailing then. യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഇവയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കി. നമ്മൾക്കറിയാം അല്ലേ, ജർമ്മനിക്ക് മേലെ ഉണ്ടായ വേഴ്സായ ട്രീറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ വിജയിച്ചവരോടുള്ള പ്രതികാരം, ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന പ്രതികാര മനോഭാവം, അതുപോലെ ഓരോ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ലക്ഷ്യബോധമില്ലാതായിരുന്നു തുടങ്ങി ഈ ഘടകങ്ങൾ കൂടി ഇവർക്കൊരു സാഹചര്യമൊരുക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് ചർച്ച ചെയ്യുന്നത് ദ ക്യാരക്ടറൈസിസ് ഓഫ് ഫാസിസം. ഫാസിസത്തിൻ്റെ ക്യാരക്ടറൈസിസ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്ലി നമ്മൾ പറയുന്നത് ആൻറ്റഗോണിസം ടു ഡെമോക്രസി, ജനാധിപത്യത്തോടുള്ള വിരോധം. ദെൻ നെക്സ്റ്റ് ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, ഗ്ലോറിഫൈങ് ദി നാഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. അഡോറിങ് ദി പ്യൂരിറ്റി ഓഫ് റൈസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. ദെൻ നെക്സ്റ്റ് ജസ്റ്റിഫൈങ് വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. ദെൻ ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ. ദെൻ ഡിഫൈങ് ദി പാസ്റ്റ്, ഭൂതകാലത്തിലെ പ്രകീർത്തിക്കൽ. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, കലാ, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റിവൈൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ അഥവാ ഇല്ലാതാക്കൽ. നെക്സ്റ്റ് മുസോളിനി ആൻഡ് ഫാസിസം. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൺ. മുസോളിനി, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആര് പറഞ്ഞതാ? മുസോളിനി. ദിസ് ആർ ദി വേർഡ്സ് ഓഫ് ബെനറ്റോ മുസോളിനി ഹു ലെഡ് ഫാസിസ്റ്റ് റീജിയൻ ഇൻ ഇറ്റലി. ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ബെനറ്റോ മുസോളിനിയുടെ വാക്കുകളാണിത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിൽ വന്നത്. ഫസ്റ്റ്, ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. ഇറ്റലി ഗോട്ട് നത്തിങ് തോ ഷി വാസ് വിത്ത് ദി വിക്ടറി ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ. ദെൻ സെക്കൻഡ്, post-war destructions of industries, unemployment, increase in tax, inflation, etc. kept people away from the government. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ, ഇൻക്രീസ് ഇൻ ടാക്സ് നികുതി വർധനവ്, ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നും അകറ്റി. ദെൻ ഇൻഡസ്ട്രിയലിസ്റ്റ് in fear of Italy moving to socialism were promoted to support fascism. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. അതായത് ഫാസിസം ഇറ്റലിയിൽ അധികാരത്തിൽ വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. വാട്ട് ആർ ദി
circumstances under which the fascist party came to power in Italy. Then ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാസിസം ഇറ്റലിയിലെ ജനങ്ങളെ ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക. മുസോളിനി റിസോർട്ട് ടു ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ് ഓഫ് ഇറ്റലി. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപരമായ നടപടികൾ കൈക്കൊണ്ടു. വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദി സ്ട്രാറ്റജീസ് ഓഫ് ദി ഫാസിസ്റ്റ്. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ പിന്തുടർന്നത്. പിന്നെ ഫോർ സോഷ്യലിസ്റ്റ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വെർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദി നാഷൻ. സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളികൾ, കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. ദോസ് ഹു ഒപ്പോസ്ഡ് ദി ഫാസിസ്റ്റ് പാർട്ടി വെർ എക്സിക്യൂട്ടഡ്. ആരാണോ ഫാസിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നത് അവരെ എന്തു ചെയ്തു? എക്സിക്യൂട്ട് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയരാക്കി. The aim of Mussolini was to restore ancient Roman Empire. As part of this, he adopted several symbols of ancient Roman administration. അദ്ദേഹത്തിൻ്റെ എയിം പ്രാചീന റോമ സാമ്രാജ്യത്തെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരുപാട് സിംബൽസ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഉപയോഗിച്ചിരുന്നു, അഡോപ്റ്റ് ചെയ്തിരുന്നു. Then next, used his military force, the black shirts. അദ്ദേഹം എന്ത് ചെയ്തു? ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന മിലിറ്ററി ഫോഴ്സാണ് ബ്ലാക്ക് ഷർട്ട്, കരിങ്കുപ്പായക്കാർ. ഫോംഡ് ദി മിലിറ്ററി ഫോഴ്സ് ബ്ലാക്ക് ഷർട്ട്സ്. കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തിന് രൂപം നൽകി. മുസോളിനി സപ്രസ്ഡ് ദി ഒപ്പോണൻറ്റ് ത്രൂ ഫാസിസ്റ്റ് പോളിസി. ഫാസിസ്റ്റ് പോളിസിക്കെതിരായിട്ട് നിൽക്കുന്നവരെ അദ്ദേഹം അടിച്ചമർത്തി. ഹിസ് അഗ്രസീവ് ഫോറിൻ പോളിസി ലെഡ് ഹിം ടു കോൺകറർ നാഷണൽ ലൈക്ക് എത്യോപ്യ, അൽബേനിയ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ ആക്രമണോത്സവ വിദേശ നയം അദ്ദേഹം ഏതൊക്കെ കീഴടക്കുന്നതിനൊക്കെ അദ്ദേഹത്തെ സഹായിച്ച എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധീനയിൽ കൊണ്ടുവന്നു. Italy's run for dictatorship paved the way for the outbreak of another war. മുസോളിനിയുടെ ഈ ആക്രമണോത്സവപരമായ ഈ വിദേശ നയങ്ങളും മറ്റൊരു ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം അതുപോലെ പ്രവർത്തനങ്ങളൊക്കെ എന്തായി ലോകരാജ്യങ്ങളെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചു. അവിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണുന്നുണ്ട് അല്ലേ? ആരത് അറിയോ? നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാകും. ആരാണ്? ആൻ ഫ്രാങ്ക് അല്ലേ? ഒരു എഴുത്തുകാരിയാവാൻ മോഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരിയാവാൻ ആഗ്രഹിച്ചൊരു ജൂത പെൺകുട്ടിയായിരുന്നു ആൻ ഫ്രാങ്ക്. അവളുടെ ഡയറി കുറിപ്പുകൾ ഇന്നും വളരെ പ്രസിദ്ധമാണ് അല്ലേ? ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഒളിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ നാസികളുടെ പിടിയിൽ അകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഓഷ്വിറ്റ്സ് എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു അല്ലേ? ജീവിച്ചിരിക്കെ എഴുത്തുകാരിയാവാൻ ആഗ്രഹിച്ച പെൺകുട്ടി മരിച്ചതിന് ശേഷമാണ് അവളുടെ ഡയറി കുറിപ്പുകൾ ലോകത്തിന് അവളൊരു എഴുത്തുകാരിയായി അംഗീകരിച്ചത് അല്ലേ? അതുപോലെ ഇനി ഇവിടെ ഒരു ജർമ്മൻ പുരോഹിതനായ പാസ്റ്റർ മാർട്ടിൻ നിമോയിലർ പറഞ്ഞ കുറച്ച് വേർഡ്സ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താണ്? ഫസ്റ്റ് ദേ കം ഫോർ ദി സോഷ്യലിസ്റ്റ് ആൻഡ് ഐ ഡോണ്ട് സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ സോഷ്യലിസ്റ്റ്. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. Then they came for the trade unionists and I did not speak out because I was not a trade unionist. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഒരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല. Then they came for the
Jews and I did not speak out because I was not a Jew. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതനല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല. Then they came for me and there was no one left to speak for me. അപ്പോൾ ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. ഈ വാക്കുകളിൽ നിന്നും ജർമ്മനിയിലെ നാസിസത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? ആർക്കൊക്കെ എതിരായിരുന്നു നാസിസം? സോഷ്യലിസ്റ്റിനെതിരായിരുന്നു, ട്രേഡ് യൂണിയൻസിന് എതിരായിരുന്നു, അതുപോലെ ജൂയിസിന് എതിരായിരുന്നു അല്ലേ? നമ്മൾ ഓൾറെഡി ഇറ്റലിയിലെ ഫാസിസത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാ അല്ലേ? ഈ ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം. നാസിസം ഈസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. നാസിസ്റ്റ് പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു വേഴ്സായി ഉടമ്പടി അല്ലേ? വേഴ്സായി ട്രീറ്റി നമ്മൾ പഠിച്ചതാണല്ലോ. എന്തായിരുന്നു അത്? ആരുടെ മേലായിരുന്നു? ജർമ്മനിയുടെ മേൽ അല്ലേ? The Treaty of Versailles imposed by the victorious allies on Germany after the First World War അല്ലേ? ഒന്നാം ലോകയുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി, അതായിരുന്നു ഒരു കാരണം. ദെൻ സെക്കൻഡ്, എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. Then next, failure of German government and the resultant political uncertainty, ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. ഈ മൂന്ന് കാരണങ്ങളാണ് നാസിസത്തിന് ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ചത്. ഇനി നമ്മൾ നാസിസത്തിൽ ഹിറ്റ്ലറെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പോളിസികളെ കുറിച്ചുമാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ത്രൂ ഓർഗനൈസേഷണൽ എക്സലൻസ് ആൻഡ് എലിക്വൻസ് ഹിറ്റ്ലർ അട്രാക്റ്റഡ് ദി ജർമ്മൻ പീപ്പിൾ. തൻ്റെ സംഘടനാ മികവും പ്രസംഗ പാഠവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. ദെൻ The present government has been overthrown. പിന്നീട് എന്താ അദ്ദേഹം ചെയ്തത്? He dismissed the government and captured the power അല്ലേ? അദ്ദേഹം നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തുകയായിരുന്നു ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറുടെ പ്രധാന എനിമീസ് ആരൊക്കെ എന്തായിരുന്നു അദ്ദേഹം മെയിനായിട്ട് ചെയ്തിരുന്നത്? നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളെ കൊന്നൊടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. കില്ലഡ് ദി മെയിൻ എനിമീസ് ഓഫ് നാസിസം. ദെൻ ഹിറ്റ്ലർ ഹെൽഡ് ദി ജൂയിസ് റെസ്പോൺസിബിൾ ഫോർ ജർമ്മനീസ് റോയിൻ ആൻഡ് ഹ്യൂമിലൈസേഷൻ. ജർമ്മനിയുടെ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതന്മാരാണെന്ന് നാസിസ്റ്റുകൾ ആരോപിച്ചു. ദെൻ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. അതിനെ അവർ വിളിച്ചിരുന്ന നെയിമാണ് ഹോളോകാസ്റ്റ്. ദെൻ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്ന തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തെയും ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തെയും രൂപം നൽകി. ആരൊക്കെയാണ്? ഒന്ന് ബ്രൗൺ ഷർട്ട്സ് ആൻഡ് സെക്കൻഡ് ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഘടനത്തിനും അവർ രൂപം നൽകി. ദെൻ നെക്സ്റ്റ്, ഹിറ്റ്ലർ പ്രൊപ്പഗേറ്റഡ് ദി തിയറി ദാറ്റ് ദി ആര്യൻസ് വേർ ദി ഹോളിയസ്റ്റ് റൈസ് ഇൻ ദി വേൾഡ്. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും
ആരഭിപ്രായപ്പെട്ടു? ആരുടെ പോളിസി, ആരുടെ തിയറിയാണിത്? ഹിറ്റ്ലറുടെ തിയറിയാണ്. ദെൻ ഹിറ്റ്ലർ ഓൾ പാർട്ടീസ് എക്സെപ്റ്റഡ് ദി നാസി പാർട്ടി വെർ ബാൻഡ്. എന്താണ്, നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളെയും നിരോധിച്ചു. ദി ട്രേഡ് യൂണിയൻസ് വെർ ബാൻഡ്. അതുപോലെ ആരെയും അവർ നിരോധനം ഏർപ്പെടുത്തി? ആർക്ക് നിരോധനം ഏർപ്പെടുത്തി? ട്രേഡ് യൂണിയൻസിനും നിരോധനം ഏർപ്പെടുത്തി. ദി മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ദി പീപ്പിൾ. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. ദെൻ ഫോസ്റ്റേറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച് എമംഗ് ദി പീപ്പിൾ അഗൈൻസ്റ്റ് ദി ടേംസ് ഓഫ് ദി ട്രീറ്റി ഓഫ് വേഴ്സായ്സ്. വേഴ്സായ് സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തി. ദെൻ ന്യൂസ് പേപ്പർ, സിനിമ, റേഡിയോ ആൻഡ് എഡ്യൂക്കേഷൻ വെർ മെയ്ഡ് ദി മീൻസ് ഓഫ് പ്രൊപ്പഗാൻഡ. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം എന്നിവയെ ആശയപ്രചരണത്തിനുള്ള ഒരു ഉപാധിയായിട്ട് അദ്ദേഹം സ്വീകരിച്ചു. നാസിസത്തെക്കുറിച്ച്, നാസിസത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി അദ്ദേഹം സ്വീകരിച്ചു, ഉപാധിയാക്കി മാറ്റി. ദെൻ അഡോപ്റ്റഡ് ആൻഡ് അഗ്രസീവ് ഫോറിൻ പോളിസീസ്. പിന്നീട് അദ്ദേഹം എന്താ ചെയ്തത്? ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവങ്ങൾ ചൂഷണം ചെയ്ത് ഹിറ്റ്ലർ ഒരു ആക്രമണപരമായ വിദേശ നയം സ്വീകരിച്ചു. ഓസ്ട്രിയ, ചെക്ലോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ചു. അതുപോലെ ഫോംഡ് മിലിറ്ററി അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യങ്ങളുണ്ടാക്കി. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റു രാജ്യങ്ങൾ സംഘങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. ഇനി നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹമായിരുന്നു ചെമ്പകരാമൻ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് അദ്ദേഹം. കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം. ജർമ്മനിയിലെ ദേശീയ കക്ഷികളിൽ അംഗത്വമുള്ള ഏക വിദേശീയനായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലറോടും നാസികളോടും അകന്നതോടെ അവരുടെ ശത്രുവായി. അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്തു. ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, പേജ് നമ്പർ 39 ഒരു ടേബിൾ ഉണ്ട് അല്ലേ. ദി ഐഡിയോളജി പുട്ട് ഫോർത്ത് ബൈ ബോത്ത് ഫാസിസ്റ്റ് ആൻഡ് നാസിസ്റ്റ് ഹാഡ് സെവറൽ സിമിലാരിറ്റീസ്. ഫൈൻഡ് സം എക്സാമ്പിൾസ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നിങ്ങളവിടെ കാണുന്നുണ്ടാവും ഈ നാസിസവും ഫാസിസവും തമ്മിൽ ചില ഐഡിയോളജികൾ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ. അതിലൊന്നാണ് പ്യൂരിറ്റി ഓഫ് റൈസ്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പ്യൂരിറ്റി ഓഫ് റൈസിന് ഫാസിസത്തിൽ ആരെയാണ് അവർ പ്രകീകരിച്ചത്? ഗ്ലോറിഫൈഡ് ആൻഷ്യൻ റോമൻ എംപയർ അല്ലേ. ഫാസിസത്തിൽ നിങ്ങൾ അതിന് ആൻസർ എഴുതേണ്ടത് ഗ്ലോറിഫൈഡ് ആൻഷ്യൻ റോമൻ എംപയർ. ദെൻ നാസിസത്തിലോ അവർ പ്രാചീന റോമൻ സംസ്കാരത്തെയായിരുന്നു പ്രതികരിച്ചത്. ദെൻ നാസിസത്തിലാണെങ്കിലോ പ്യൂരിറ്റി ഓഫ് ആര്യൻ ആൻഡ് ജർമ്മൻ അല്ലേ. ആര്യൻ മേധാവിത്വവും ജർമ്മൻ വംശമഹിമയും ജർമ്മൻ വംശമഹിമയും. ഇതുപോലെ ഒരുപാട് സിമിലാരിറ്റീസ് വേറെ ഉണ്ട്. നമുക്ക് മിലിറ്ററിയൊക്കെ എഴുതാം, അവരുടെ ഫോഴ്സുകളും ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ നോക്കുക അവരുടെ അല്ലേ. അങ്ങനെ ഒരുപാട് സാമ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫാസിസത്തിൽ അതിന് ഏതാണോ വരുന്നത്, നാസിസത്തിൽ ഏത് ഐഡിയോളജിയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഫാസിസം ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഇൻ ജർമ്മനി ഡിഫേ വേൾഡ് പീസ്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും ലോക സമാധാനത്തിന് ഭീഷണിയായത് എങ്ങനെ? ഒരു ചെറിയ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. നമ്മൾ പഠിച്ച ഈ ഭാഗത്ത്
നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറുകൾ വെച്ച് പോയിൻറ്റുകൾ വെച്ച് നിങ്ങൾക്ക് ഈ ഷോർട്ട് നോട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ചെറിയ വേർഡും കൂടെ പറഞ്ഞിട്ട് മേഡം ഈ ക്ലാസ് നിർത്തുകയാണ്. ഹിറ്റ്ലറുടെ ഒരു വാക്കാണ്, ഓൺലി ഫൂൾസ് ക്രിമിനൽസ് ആൻഡ് ലയേഴ്സ് ക്യാൻ തിങ്ക് ദാറ്റ് ദെയർ എനിമീസ് വിൽ ഷോ ദ മേഴ്സി ദാറ്റ് ഡോക്യുമെൻറ്റ്സ് ഈസ് ടു ഷെയിം അസ്. വിഡ്ഢികൾക്കും കുറ്റവാളികൾക്കും നുണയന്മാർക്കും മാത്രമേ ശത്രുക്കൾ തങ്ങളോട് ദയ കാട്ടും എന്ന് കരുതാനാകൂ. നമ്മെ നാണം കെടുത്താനുള്ളതാണ് ആ പ്രമാണം. അതെഴുതിയ കടലാസിൻ്റെ വില പോലുമില്ല. ഇത് ഹിറ്റ്ലറുടെ വാക്കുകളാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറാണ് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ തന്നിട്ടുള്ള 3 വർക്കുകളും കറക്റ്റായിട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക കേട്ടോ. ഗുഡ് ബൈ.